ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സമൂഹലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 20-ാം തിരുവചനം. ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിൻ്റെ പിതൃഭവനത്തിലുമുള്ളവർക്കും അല്ലയോ? സൗൾ പ്രതിവചിച്ചു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? സൗൾ രാജാവാകുന്നതിന് മുമ്പ് സാവൂളിനെയാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ സാമുവേൽ പ്രവാചകൻ പോകുന്നതെന്ന് ഈ വചനം പറയുമ്പോൾ സാവൂളിന് അറിയത്തില്ല. പക്ഷേ കർത്താവ് സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, ഇവനെയാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിതാവിൻ്റെ കാണാതെ പോയ കഴുതകളെ തപ്പിയാണ് ഈ സാവൂള് നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് പ്രവാചകൻ പിടികൂടുന്നത്. അപ്പോൾ ഈ കഴുതകളെക്കുറിച്ചുള്ള വ്യഗ്രതയാൽ നടക്കുന്ന ഈ സാമുവേലിനോടാണ് സാവൂള് പറയുന്നത്, ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിൻ്റെ പിതൃഭവനത്തിലും അല്ലയോ? കാരണം ഇവനാണ് രാജാവാകാൻ പോകുന്നത്. അപ്പം ഇസ്രായേലിൽ രാജാവിനാണ് അഭികാമ്യമായതെല്ലാം രാജാവിനുള്ളതാണ്. ഇതറിയാതെ സൗൾ പറയുന്നു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? ബെഞ്ചമിൻ ഗോത്രമാണ് ചെറിയ ഗോത്രം. അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എങ്ങനെ സംസാരിക്കുന്നത്? അവനെക്കുറിച്ചുള്ള അവൻ്റെ ആ താഴ്ന്ന അവസ്ഥയെക്കുറിച്ചാണ് സൗൾ സംസാരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം രാജാക്കന്മാരെയും ഭൂപാലകരെയും ഒക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ, അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ, ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ, അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്, അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. നിങ്ങളെ രാജാവാക്കിയത്, നിങ്ങൾക്കിന്ന് എന്തധികാരം ആരുടെ മേലുണ്ടോ അതൊക്കെ അത്യുന്നതനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാണ്. ഇത് നിങ്ങളാരും നേടിയെടുത്തതല്ല എന്ന് കർത്താവ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സൗൾ, അവൻ്റെ ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹങ്ങളും പരാജയങ്ങളും അവൻ്റെ രാജകിരീടത്തെയും ബാധിച്ചു. വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനെയാണ് ദൈവം ആദ്യത്തെ രാജാവായി തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട് നീ ഈ സൗളിനെ രാജാവാക്കി വെച്ചു? അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ മാനദണ്ഡം നമുക്കറിയത്തില്ല. മോശയെ വിളിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, എനിക്ക് സംസാരത്തിന് ശേഷിയൊന്നുമില്ല കർത്താവേ, നീ വേറെ ആരെയെങ്കിലും ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനായിട്ട് ഈജിപ്തിലേക്ക് പറഞ്ഞുവിട്. സംസാരപാഠവുമില്ലാത്തവനാണ് ഞാൻ. ജെറമിയായെ കർത്താവ് പ്രവാചക ദൗത്യത്തിനായിട്ട് വിളിച്ചപ്പം ജെറമിയ പറയുന്നുണ്ട്, കർത്താവെ, ഞാനൊരു ബാലനാണ്, 12 വയസ്സേ എനിക്ക് പ്രായമുള്ളൂ. നീ ഇപ്പോൾ എന്നെ വിളിച്ചു പോയി ഈ വലിയ വലിയ ആൾക്കാരോട് ദൈവവചനം പറയാൻ പറഞ്ഞു, ഞാനെങ്ങനെ പറയാം? അതുകൊണ്ട് നീ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കുക, ജെറമിയ പറഞ്ഞു. അപ്പം ജെറമിയോട് പറഞ്ഞു, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാണ്, പിന്നെ എങ്ങനെയാണ് ഇപ്പം നിന്നെ വിടുക? അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് വ്യത്യാസമില്ല, മാറ്റമില്ല. അവിടുന്ന് അത് തിരുത്തുകയും ഇല്ല. ബെഞ്ചമിൻ ഗോത്രക്കാരനായ കിഷിൻ്റെ മകനാണ് സൗൾ. സുന്ദരനാണ്, സുമുഖനാണ്. അവനെപ്പോലെ സുന്ദരനായി ഇസ്രായേലിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സമൂഹം ഒന്നാകെ നിൽക്കുമ്പോൾ അതിൻ്റെ മധ്യേ സൗൾ നിന്നാൽ അവൻ്റെ തോളൊപ്പമേ ബാക്കിയുള്ളവർക്കൊക്കെ ഉയരമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി. അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറേ കഴുതകളെ കാണാതെ പോയി.
കഴുതകളെ കാണാതെ പോയപ്പോൾ അവൻ്റെ പിതാവ് കിഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു വൃദ്ധനെയും കൂട്ടി ഇവനോട് പറഞ്ഞു, നിങ്ങൾ പോയി ഈ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരിക. അങ്ങനെ കഴുതകളെ അന്വേഷിച്ച് വൃദ്ധനും സാവൂളും കൂടി യാത്രയായി. 2-3 ദിവസം യാത്ര ചെയ്തു. ഒരുപാട് പ്രദേശത്ത് അന്വേഷിച്ചു. കഴുതകളെ എവിടെയും കണ്ടില്ല. അവസാനം സാവൂള് വൃദ്ധനോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം. കാരണം കഴുതകളെ കിട്ടിയില്ലെങ്കിൽ ഇത്രയേ പ്രശ്നമുള്ളൂ, നമ്മളെ അന്വേഷിച്ച് പിതാവിനെ വിഷമിക്കും. കഴുതകളെയും കാണുന്നില്ല, അന്വേഷിക്കാൻ പോയവരെയും കാണുന്നില്ല. കഴുതകൾ നഷ്ടപ്പെട്ടാലും ഇത്ര പ്രശ്നമില്ല, പക്ഷേ മകനും വൃദ്ധനും നഷ്ടപ്പെട്ടാൽ കൂടുതൽ വിഷമമാകും. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് വൃദ്ധൻ പറയുന്നത്, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, നമുക്ക് അയാളെ കാണാം. അപ്പോൾ നമ്മുടെ കഴുതകളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിയിപ്പ് ആ ദൈവപുരുഷൻ നമുക്ക് തരും, ദീർഘദർശി എന്നാണ് പറയുന്നത് പ്രവാചകൻ. അവൻ ദീർഘദർശിയെ കാണാനായിട്ട് പോയി. അപ്പോൾ സാവൂള് പറഞ്ഞു, അവന് നമുക്ക് കൊടുക്കാനൊന്നുമില്ല, നമ്മുടെ ഭക്ഷണങ്ങൾ മുഴുവൻ തീർന്നു, പിന്നെ നമ്മുടെ കൈവശം ഒന്നുമില്ല അവന് കൊടുക്കാൻ. എൻ്റെ അടുത്ത് കുറച്ച് പണമുണ്ട്, അത് കൊടുക്കാം. അപ്പോൾ സാമൂലിൻ്റെ 1-ാം പുസ്തകം 9-ാമത്തെ അധ്യായം 15-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, സാവൂൾ വന്നതിൻ്റെ തലേ ദിവസം കർത്താവ് സാമുവേലിന് വെളിപ്പെടുത്തിയിരുന്നു, നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിൻ്റെ അടുത്ത് അയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവരെ ഞാൻ രക്ഷിക്കും. നമുക്ക് എത്ര മനോഹരമാണ് സംഭവം. സാവൂൾ കഴുതകളെ അന്വേഷിച്ച് തൻ്റെ പിതാവിൻ്റെ കഴുതകൾ അതെതിലേ പോയി എന്ന് അന്വേഷിക്കാനായിട്ട് വരുമ്പം സാവൂള് പറയും തിരിച്ചു പോകാം. വൃത്യൻ പറയുന്നു നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാം. അപ്പോൾ അങ്ങ് ദീർഘദർശിയുടെ അടുത്ത് രണ്ടുപേരും കൂടെ ചെല്ലുമ്പോഴാണ് ഈ സംഭവം സാമൂലിൻ്റെ 1-ാം പുസ്തകം 9-ാമത്തെ അധ്യായം 15-ാം വചനം പറയുന്നത്, സാവൂൾ വന്നതിൻ്റെ തലേ ദിവസം കർത്താവ് സാമൂലിന് വെളിപ്പെടുത്തിയിരുന്നു, നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിൻ്റെ അടുത്ത് അയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷിക്കും. സാവൂൾ ഈ സംഭവം ഒന്നും അറിയുന്നില്ല. പക്ഷേ സാമൂലിനറിയാം, ഈ സമയത്ത് വന്ന ഇവനാണ് ഇസ്രായേലിൻ്റെ രാജാവാകാൻ പോകുന്നത്. 9-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, പിറ്റേന്ന് സാവൂൾ സാമുവേലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, പ്രവാചകനോട് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെപ്പറ്റിയാണ്, എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ്. പ്രിയപ്പെട്ടവരെ, എത്ര അത്ഭുതകരമാണ് ദൈവത്തിൻ്റെ വഴികൾ, എത്ര മനോഹരമായി ദൈവം കാര്യങ്ങൾ നടത്തുന്നു. ഈ സാമുവേൽ പ്രവാചകനും ഉണ്ട് ഒരു ഭയങ്കര ആത്മീയ പശ്ചാത്തലം. അന്നാട്ടിലെ എൽക്കാന എന്ന് പറഞ്ഞ മനുഷ്യന് 2 ഭാര്യമാരായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ഹന്ന അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ അപമാനിക്കപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ അവൾ നിലവിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഷീലോയിലെ ദേവാലയത്തിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്തതാണ് ഈ സാമുവേൽ പ്രവാചകൻ. അപ്പോൾ ഈ സാമുവേലിനെ ഹന്ന ദേവാലയത്തിൽ കാഴ്ചവെച്ചു. ദേവാലയത്തിൽ വളർന്നവനാണ് ഈ സാമുവേൽ. പുരോഹിതനായ ഏലിയുടെ ശിക്ഷണത്തിൽ കർത്താവ് വിളിച്ചപ്പോൾ വിളി കേൾക്കാൻ പഠിപ്പിച്ചത് ഈ പുരോഹിതനായ ഏലിയായിരുന്നു. അങ്ങനെ നല്ല ദേവാലയത്തിൽ വളർന്ന, കർത്താവിൻ്റെ ചുറ്റുപാടിൽ വളർന്ന ഒരു മനുഷ്യനാണ് ഈ സാമുവേൽ പ്രവാചകൻ. അപ്പം ദൈവത്തോടുള്ള ജീവിതത്തെ എത്ര മനോഹരമായിട്ടാണ് ദൈവം നയിക്കുന്നത്. അതിൽ യാതൊരു മായവുമില്ല. എത്ര ശുദ്ധമാണ് ദൈവം, എത്ര മനോഹരമായിട്ടാണ് ഈ സാവൂൾ രാജാവ്, വരാനിരിക്കുന്ന രാജാവിനെക്കുറിച്ച് അവനെ അഭിഷേകം ചെയ്യാനുമൊക്കെ സാമുവേലിനെ തയ്യാറാക്കുന്നത്. ദൈവത്തിൻ്റെ വഴികൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. എത്ര അത്ഭുതകരമായി ദൈവം വഴി നടത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ഉടൻ ദൈവത്തെ പഴിക്കുകയും, പിന്നെ പള്ളി വേണ്ട, അച്ഛന്മാർ വേണ്ട, കുദാശകൾ വേണ്ട, എല്ലാം പുറത്തായി. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് ഒന്നും എനിക്ക് ലഭിച്ചില്ല. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ സാമുവേൽ പ്രവാചകൻ്റെ അധരത്തിലൂടെ, അവൻ്റെ ജീവിതത്തിലൂടെ ഇസ്രായേൽ ജനത്തിലേക്ക് ദൈവം വർഷിക്കുന്ന നന്മ, രാജാവിനെ പോലും തിരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നതിന് കർത്താവ് കണ്ടുപിടിച്ച വഴികൾ. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 10-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവൂളിൻ്റെ ശിരസിലൊഴിച്ചു, അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം.
ദൈവം നേരിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. കർത്താവ് നേരിട്ട് അവനെ അഭിഷേകം ചെയ്ത് അവനെ പറഞ്ഞുകൊണ്ട് നടത്തുകയാണ്. എത്ര അടുത്ത ഒരു വാസം ദൈവത്തോടുള്ള കൂടെയുള്ള വാസം, ദൈവത്തോട് ചേർന്നുള്ള ജീവിതം. ദൈവം നേരിട്ട് വലിയ ഉത്തരവാദിത്വം സാമുവേലിനെ ഏൽപ്പിച്ചു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്നത് മുഴുവനും സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞാൽ എത്രയോ അനുഗ്രഹപ്രദമായിരിക്കും. പിതാവിൻ്റെ കാണാതായ കഴുതകളെ അന്വേഷിച്ച് വന്നവനെയാണ് ദൈവം വഴിക്ക് വെച്ച് പിടിച്ച് രാജാവാക്കി അഭിഷേകം ചെയ്യുന്ന ഒരു വലിയ സമ്മാനം കൊടുക്കുന്നത്. ഈ കഴുതകളെ കാണാതെ പോയത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയായിരുന്നു. ഈ കഴുതകളെ കാണാതെ പോയില്ലെങ്കിൽ ഒരിക്കലും സാവൂൾ അവിടെ വരികയില്ല. അപ്പം അവൻ അവിടെ വരണം, ഈ സാമുവേലിൻ്റെ അടുത്ത് വരണം, അവനെ രാജാവാക്കണം, അവനെ അഭിഷേകം ചെയ്യണം. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി. അതിന് ദൈവമൊരുക്കിയ വഴിയായിരുന്നു കഴുതകളെ കാണാതെ പോയത്. അവൻ്റെ അപ്പനായ കിഷിന് വേണമെങ്കിൽ വേറെ മക്കളെ വിടാമായിരുന്നു. പക്ഷേ ഈ സാവൂളിനെ തന്നെ പറഞ്ഞു വിട. ഇതെല്ലാം ദൈവത്തിൻ്റെ വഴി നടത്തിപ്പിൻ്റെ ഒരു അത്ഭുതമാണ്. അങ്ങനെ സാവൂളിനെ സാമുവേൽ പ്രവാചകൻ ആദ്യത്തെ രാജാവായി അഭിഷേകം ചെയ്തു. സാമുവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. ഞാൻ ചെയ്യാനായി കർത്താവ് എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്തുമാകട്ടെ, ആവശ്യമായ കൃപകളും അതിനോടൊപ്പം ദൈവം നമുക്ക് തരും. സാവൂളിനൊരു പുതിയ ഹൃദയം നൽകി. പഴയ ഹൃദയം അവനിൽ നിന്ന് എടുത്തു മാറ്റി ദൈവം നൽകിയ ഈ പുതിയ ഹൃദയത്തിൽ ഒരു നല്ല ഹൃദയത്തിന് വേണ്ട എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ആ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു ജീവിതാന്തസ്സിലേക്ക് പോകുന്ന മനുഷ്യനും ആ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുന്നത് ഒരു ചടങ്ങോടുകൂടിയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അതൊരു കൂദാശയാണ്. ആ കൂദാശയിൽ വെച്ച് സാവൂളിന് പുതിയ ഹൃദയം നൽകിയതുപോലെ ദൈവം എല്ലാ കൃപകളും അവിടെ വെച്ച് നൽകും. സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ദൈവം വിളിക്കുമ്പോൾ അവിടെ വെച്ച് ദൈവം ഒരു പുതിയ ഹൃദയം നൽകി ആ ജീവിതാന്തസ് അങ്ങേയറ്റം വരെ എത്തിക്കുന്നതിന് വേണ്ട ഒരു പുതിയ ഹൃദയം ദൈവം അവിടെ നൽകുകയാണ്. ഇതുപോലെ ജീവിതത്തിലെ ഏത് മേഖലകളിലും ആയിരിക്കുന്നവർക്ക് ദൈവം ഒരു പുതിയ ഹൃദയം നൽകി ആ ജീവിത മേഖലകളിൽ വിജയിക്കുന്നതിന് വേണ്ട കൃപാവരവും കർത്താവ് നൽകുകയാണ്. അവൻ്റെ പഴയ ഹൃദയവും അതിൻ്റെ മാലിന്യങ്ങളും അതിൻ്റെ ദുർവൃത്തികളും മുഴുവൻ മാറ്റി ദൈവം അവന് ഇനി കർത്താവ് കാണുന്നത് പോലെ കാണുവാനുള്ള വലിയ കൃപ അവൻ നൽകുകയാണ്. കർത്താവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കാൻ പുതിയ ഹൃദയത്തിന് സാധിക്കും. കാരണം അത് കർത്താവ് നൽകിയതാണ്. സോളമൻ രാജാവ് പ്രാർത്ഥിച്ചു. മറ്റൊന്നും സോളമൻ ദൈവത്തോട് ചോദിച്ചില്ല. ദൈവമേ, എനിക്ക് പണമല്ല, എനിക്ക് സൈനിക ശക്തിയല്ല, എനിക്ക് കുതിരശക്തിയല്ല, എനിക്കിതൊന്നുമല്ല വേണ്ടിയത്. എനിക്ക് വേണ്ടത് നിൻ്റെ ഈ ജനത്തെ നയിക്കാനുള്ള വിവേകമാണ്. ലോകത്തിൽ ഇന്നുവരെയും ജനിച്ചിട്ടില്ലാത്ത, ആർക്കും ലഭിച്ചിട്ടില്ലാത്ത അത്ര വലിയ വിവേകം ദൈവം സോളമന് നൽകി ആ ഒരൊറ്റ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ ഏറ്റവും വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിന് സോളമൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്നു നിറയും. ഇവിടെ സൗളിന് പുതിയ ഹൃദയം കർത്താവ് നൽകിയതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിക്കാനും പുതിയ ഹൃദയത്തിന് സാധിക്കും. കാരണം അത് കർത്താവിൻ്റെ ദാനമാണ്. കഴുതകളെ തപ്പിപ്പോയവനാണ്, വീട്ടിൽ നിന്ന് കാണാതെ പോയ കഴുതകളെ തപ്പിപ്പോയവന് ദൈവം കൊടുത്ത അനുഗ്രഹം എത്ര വലുതാണ് എന്നോർക്കുക. അപ്പസ്തോല പ്രവൃത്തിയിലും ഇതിന് സമാനമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. കൊർന്നേലിയൂസ് എന്ന് പറയുന്ന വിജാതീയൻ അപ്പസ്തോല പ്രവൃത്തി 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നേലിയൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ നന്നായി പ്രാർത്ഥിക്കുന്ന നല്ല ആത്മീയ ജീവിതമുള്ള കൊർന്നേലിയൂസിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയാണ്. എന്നിട്ട് കൊർന്നേലിയൂസിനോട് പറഞ്ഞു, യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ നീ വരുത്തുക. പത്രോസിനും ഇതേ സമയം ഒരു ദർശനം ദൈവം കൊടുത്തു. സ്വർഗത്തിൽ നിന്ന് ഒരു വിരിപ്പ് പോലെ വലിയ പാത്രം, അതിലെല്ലാത്തരം ജീവികളുമുണ്ട്. പത്രോസിനാണെങ്കിൽ വിശക്കുന്നുമുണ്ട്. പത്രോസിനോട് പറഞ്ഞു, നീ കൊന്നു ഭക്ഷിക്കുക. പത്രോസ് പറയുന്നു, കർത്താവേ, മലിനമോ അശുദ്ധമായ ഒന്നും ഇതുവരെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഭക്ഷിക്കത്തില്ല.
ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് നീ പറയരുത്. അതായത് വിജാതീയനായ ഈ കൊർന്നേലിയൂസിനെ സഭയിലേക്ക് ചേർക്കുവാൻ, അവന് ജ്ഞാനസ്നാനം നൽകുവാൻ, അവനോട് വചനം പ്രസംഗിക്കാൻ ഒക്കെ ദൈവം വിശുദ്ധീകരിച്ചെടുത്തതാണ് ഇവനെ. യഹൂദനെ മാത്രമേ മാമോദിസ മുക്കുമെന്ന് നീ വാശി പിടിക്കരുത്, കാരണം അവനും ഈ കൂട്ടത്തിൽ കൂടേണ്ടവനാണ്. അങ്ങനെ കൊർന്നേലിയൂസിനെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ദൈവം പത്രോസിന് നൽകിയ ദർശനമായിരുന്നു അത്. അങ്ങനെ കൊർന്നേലിയൂസ് 2 പേരെ പറഞ്ഞു വിട്ടു. പത്രോസിനും അതേസമയം ദർശനം കൊടുത്തു. പത്രോസ് കൂടെ വന്നു. കാര്യങ്ങൾ എത്ര മനോഹരമാക്കി. പത്രോസ് കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ വന്നു. പത്രോസിന് വചനം പ്രസംഗിച്ചു. അവിടെ ജ്ഞാനസ്നാനം നൽകി, അവിശുദ്ധാത്മാവിനെ നൽകി. സഭ അവിടെയും വളരുകയാണ്, കൊർന്നേലിയൂസിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും. അപ്പോൾ കാര്യങ്ങളിങ്ങനെ എളുപ്പമാക്കുന്ന ഒരു ദൈവം. അതുപോലെ അപ്പസ്തോല പ്രവൃത്തി 9-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലൻ്റെ മാനസാന്തരം കൊടുത്തിട്ടുണ്ട്. പൗലോസ് കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് വീണു. കണ്ണ് കാണുന്നില്ല, എണീറ്റ് നടക്കാൻ വയ്യ, ആകപ്പാടെ അവശനായി ശക്തിയോടെ അഹങ്കാരത്തോടെ നടന്ന പൗലോസ് ശ്ലീഹ അതാ താഴെ കിടക്കുന്നു. പുതിയ ജീവിതത്തിന് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് തയ്യാറെടുക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 9-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് അനനിയാസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യനെ കർത്താവ് വിളിക്കുകയാണ്. അനനിയാസെ, അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസെ, ഇതാ ഞാനെന്ന് അവൻ മറുപടി നൽകി. നീ എഴുന്നേറ്റ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരൻ സാവൂളിനെ നീ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ സാവൂളിനും ഒരു ദർശനം കിട്ടുന്നു. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈവയ്ക്കുന്നതായി അവന് ദർശനമുണ്ടായിരിക്കുന്നു. അങ്ങനെ പൗലോസ് അപ്പസ്തോലൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് അനനിയാസ് കൈവച്ചിട്ട്. പക്ഷേ അനനിയാസ് കർത്താവിൻ്റെ മുമ്പിൽ ഒരു എതിർപ്പ് പറയുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധർക്കെതിരായി പല സ്ഥലങ്ങളിലും വിപ്ലവമുണ്ടാക്കുകയും ഇവിടെ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഈ ക്രിസ്തുമാർഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവനാണ് കർത്താവെ ഇവൻ. അനനിയാസിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള റിപ്പോർട്ട് അനനിയാസ് കൊടുത്തു. പക്ഷേ കർത്താവ് അനനിയാസിനോട് സമ്മതിച്ചില്ല. കർത്താവ് പറഞ്ഞു, നീ പോവുക, നീ പോ. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇടയിൽ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. അതുകൊണ്ട് അനനിയാസിന് കർത്താവ് കൃത്യം മറുപടി നൽകി, നീ പോവുക. ആരാണ് പറഞ്ഞത്? കർത്താവാണ് പറഞ്ഞത്. അവനെക്കുറിച്ചുള്ള മോശമായ റിപ്പോർട്ടുകൾ മുഴുവൻ കൊടുത്തു. പക്ഷേ കർത്താവ് അതൊന്നും കൈക്കൊണ്ടില്ല. കർത്താവെ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറൂസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിൽ ഉറച്ചു നിൽക്കും. കർത്താവ് പോകാൻ പറഞ്ഞാലും നമ്മൾ പോകത്തില്ല. അവൻ വിശുദ്ധർക്കെതിരായി അവൻ ജെറൂസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോകാൻ വയ്യ, ചിലപ്പോൾ അകത്തായി പോവും. അതാണ് അനനിയാസിൻ്റെ ഭാഷ്യം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും ഇല്ലാതാക്കുന്നത് തിന്മയുടെ പ്രവൃത്തികളാണ്. അനനിയാസ് പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ ഉറച്ചു നിൽക്കും. ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെടാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും. ദൈവം പറയുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. കാരണം ദൈവം നമുക്ക് തരുന്ന ജ്ഞാനത്തേക്കാൾ മുമ്പിലായി നമ്മുടെ അറിവും നമ്മുടെ കാര്യങ്ങളും നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള തടസ്സമായി പലപ്പോഴും നമ്മുടെ തന്നെ ജീവിതം തീരാറുണ്ട്. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ തന്നെ അതിന് തടസ്സം നിൽക്കുകയാണ്. നമ്മുടെ തടസ്സവാദങ്ങൾ കൊണ്ട്, നമ്മുടെ അവിശ്വാസം കൊണ്ട്. സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 10-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം. സൗളിനെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ കുറേ പേര് അതിനെ എതിർത്ത് സംസാരിക്കുകയാണ്. നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ? ആരുടെ? ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഇവന് കഴിയുമോ? കാരണം ഇവനാണ്, സാമുവേൽ തന്നെ പറയുന്നു, ബെഞ്ചമിൻ ഗോത്രം ഏറ്റവും ചെറിയ ഗോത്രമാണ്.
അതിലെ ഒരു എളിയ കുടുംബമാണ് എൻ്റെ കുടുംബം. ഞാൻ അതിലെ ഒരു ഒന്നുമല്ലാത്ത ഒരു മനുഷ്യൻ. ഞാൻ ഇത്രയേ ഉള്ളൂ. ഇത് സാവൂൾ തുറന്ന് സമ്മതിക്കുന്നു. അപ്പോൾ കുറേ പേര് ഈ തരത്തിൽ സംസാരിക്കുകയാണ്, നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ? അവർ അവനെ അധിക്ഷേപിച്ചു. ഈ പുതിയ രാജാവിനെ അവർ അധിക്ഷേപിച്ചു എന്ന് മാത്രമല്ല, കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല. അവനത് ഗൗനിച്ചില്ല. ആര്? പുതിയ രാജാവ്. കുറേ പേര് അവനെ അവഗണിച്ചതും കുറേ പേര് കാഴ്ച കൊടുക്കാതിരുന്നതും അതൊന്നും അവൻ ഗൗനിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി അവനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവനൊരു പുതിയ ഹൃദയം പ്രവാചകൻ്റെ അടുത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് ദൈവം അവന് നൽകി. അവൻ്റെ ഈ പുതിയ ഹൃദയത്തിൽ ദൈവം ഈ കൃപകളൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അതൊന്നും ഗൗനിച്ചേയില്ല. ഭൂമിയിലെ മറ്റ് രാജാക്കന്മാരാണെങ്കിലോ എന്നെ അവഗണിച്ചവരെ ആദ്യം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊന്നുകളയാൻ പറയും. പക്ഷേ അവനത് ഗൗനിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി അവനിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് അവനൊരു പുതിയ ഹൃദയം നൽകി. ദൈവം തരുന്ന കൃപ തിരിച്ചറിയുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ദൈവം എന്തിനാണ് നമ്മളെ ഇത്തരത്തിലൊക്കെ വഴി നടത്തുന്നത്? കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ചിറങ്ങിയവനെ പിടിച്ച് ദൈവം അവനെ രാജാവാക്കി. ഈ കഴുതകളെ കാണാതെ പോയത് അവൻ്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാക്കി തീർത്തു. അവൻ്റെ ഭൃത്യനാണ് അവനോട് പറയുന്നത്, ഈ നാട്ടിലൊരു ദീർഘദർശിയുണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവപുരുഷനുണ്ട്, നമുക്ക് അവനെ കണ്ടിട്ട് പോകാം. ആ ഭൃത്യൻ പറയുന്നത് അവൻ കേട്ടു, അല്ലെങ്കിൽ ഭൃത്യൻ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? ആ ഒരു ചിന്തയാണ് സാവൂളിന് വന്നതെങ്കിൽ ഒരിക്കലും ദൈവപുരുഷനെ കാണാൻ അവൻ പോകുമായിരുന്നില്ല. പക്ഷേ അവൻ എളിമയുണ്ടായിരുന്നത് കൊണ്ട് അവൻ്റെ ഭൃത്യൻ പറഞ്ഞത് അവൻ അനുസരിച്ചു. എൻ്റെ ഭൃത്യൻ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? ആ ഒരു ചിന്തയാണ് അവൻ്റെ മുമ്പിൽ ആദ്യം വന്നിരുന്നതെങ്കിലോ തീർച്ചയായും ഈ ദൈവപുരുഷൻ്റെ അടുത്ത് പോകാനോ, ഈ അഭിഷേകം ലഭിക്കാനോ, ഈ രാജ്യത്വത്തിലേക്ക് കടന്നു വരുവാനോ ഈ സാവൂളിന് സാധിക്കുമായിരുന്നില്ല. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ചിലപ്പോൾ കൊച്ചു കൊച്ചു സംഭവങ്ങളായിരിക്കും, ചിലപ്പോൾ നഷ്ടത്തിൻ്റെ കഥകളായിരിക്കും, ചിലപ്പം വേദനകളും ദുഃഖങ്ങളും ഒക്കെ തോന്നുന്ന, സങ്കടങ്ങൾ തോന്നുന്ന കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും, നഷ്ടപ്പെടുന്നതായിരിക്കും. ഇതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പകുതി ദുഃഖങ്ങൾ ഇല്ലാതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും. ഓരോരുത്തരെയും കൃപ നൽകി അനുഗ്രഹിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ ദൗത്യമേൽപ്പിക്കുന്നതിനാണ് ഓരോ കൃപ ദൈവം നമുക്ക് നൽകുന്നത്. നമുക്കൊക്കെ ഈ ഭൂമിയിൽ ഓരോ ദൗത്യം നിർവഹിക്കും. സാവൂൾ രാജാവിന് ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് ആദ്യത്തെ രാജാവിന് ആദ്യം ദൈവം കൊടുത്തത്. ഇതുപോലെ നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിൽ, സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിൽ ഒക്കെ നമുക്കൊരു ദൗത്യം നിർവഹിക്കുവാനുണ്ട്. ഈ ദൗത്യം നിർവഹിക്കുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി ഈ ദൗത്യം നിർവഹിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കാം. കരുണവനായ ഈശോയെ, സാവൂൾ രാജാവിനെ അങ്ങ് തിരഞ്ഞെടുത്തത് ഒരു ദൗത്യത്തോടു കൂടിയായിരുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഈ ഭൂമിയിലേക്ക് അയച്ചത് ഓരോ ദൗത്യമേൽപ്പിച്ചുകൊണ്ടാണ്. പലപ്പോഴും ജീവിതയാത്രയിൽ വഴിയിൽ വെച്ച് ഞങ്ങളുടെ ദൗത്യങ്ങളെ മറന്ന് ഞങ്ങൾ വഴിമാറി സഞ്ചരിക്കാറുണ്ട്. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച് വിട്ട ആ ദൗത്യത്തിലേക്ക് മടങ്ങി വരാൻ, ആ ദൗത്യം ഞങ്ങളുടെ ജീവിതത്തിൽ 100% വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ രക്ഷകനെ ലോകത്തിന് നൽകിയ ആ ദൗത്യം പോലെ കുരിശിൻ്റെ ചുവട്ടിലും അവസാനം പന്തക്കുസായ ശിഷ്യന്മാരുടെ കൂടെയും ഒക്കെയായിരുന്നു അവരെ ശക്തിപ്പെടുത്തിയതുപോലെ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എപ്പോഴും അമ്മ കൂടെയായിരുന്നു കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.